മുസ്ലിമീങ്ങളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്ന രണ്ട് ആഘോഷങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. രണ്ട് ആഘോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ലോകം മുഴുവനും ആഘോഷിക്കുന്ന ആഘോഷം അതാണ് രണ്ട് പെരുന്നാളിന്റെ ആഘോഷം. ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും ആഘോഷം. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഒരേ ദിവസം, അതായത് ശവ്വാൽ 1 ചെറിയ പെരുന്നാളും ദുൽഹിജ്ജ 10 വലിയ പെരുന്നാളും ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ഒരുപോലെ ആഘോഷിക്കുന്ന മഹത്തായ രണ്ട് ആഘോഷങ്ങൾ. വലിയ ശ്രേഷ്ഠതയുള്ള 2 ദിനങ്ങളാണ്. പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന 2 ദിനങ്ങളാണ് ആ 2 ദിനങ്ങൾ. അന്നത്തെ രാത്രിയിൽ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുമെന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 5 രാത്രികൾ നിങ്ങൾക്ക് പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. അതിലൊന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്, മറ്റൊന്ന് വലിയ പെരുന്നാളിന്റെ രാത്രിയാണ്. റജബ് 1 ദിവസം, അതുപോലെ തന്നെ ശഅബാൻ പകുതി, വെള്ളിയാഴ്ച രാവ്, ഇങ്ങനെയുള്ള ഈ 5 രാത്രികളിൽ പ്രാർത്ഥനക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്ന് ഷാഫി ഇമാം അടക്കമുള്ള പല മഹത്തുക്കളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് 2 പെരുന്നാളിന്റെ രാത്രി എന്നുള്ളത്. പെരുന്നാളിന്റെ രാത്രിക്കും പെരുന്നാളിന്റെ പകലിനും വലിയ മഹത്വം ഉണ്ട്. ധാരാളം പുണ്യകർമ്മങ്ങൾ അന്ന് ചെയ്യേണ്ടതുണ്ട്. പെരുന്നാളുമായി ബന്ധപ്പെട്ട സുന്നത്തുള്ള ഒന്നാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. അതുപോലെ തന്നെ പുതിയ വസ്ത്രം ധരിക്കുക എന്നുള്ളത്, നന്നായി വൃത്തിയായി അലങ്കരിക്കുക എന്നുള്ളത്, നല്ല സുഗന്ധം ഉപയോഗിച്ചും നല്ല ഭക്ഷണങ്ങൾ കഴിച്ചും അന്ന് നമ്മൾ സന്തോഷിക്കണം, ആഘോഷിക്കണം. അത് പുണ്യമായ, സുന്നത്താക്കപ്പെടുന്ന, പ്രതിഫലാർഹമായ ഒരു കാര്യമാകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പെരുന്നാൾ നിസ്കാരം എന്നുള്ളത്. പെരുന്നാൾ നിസ്കാരം അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം സാധാരണ നാം റവാത്തിബൊക്കെ 2 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ, 2 റക്അത്ത് സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. ചെറിയ പെരുന്നാളിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ 2 റക്അത്ത് നിസ്കരിക്കുക. വലിയ പെരുന്നാളാണെങ്കിൽ വലിയ പെരുന്നാളിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് 2 റക്അത്ത് സാധാരണഗതിയിൽ നാം നിസ്കരിക്കുന്നത് പോലെയുള്ള നിസ്കാരത്തെ നിസ്കരിക്കുക. ഇതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. അതേസമയം അതിന്റെ സമ്പൂർണമായ രൂപം അവൻ 1-ാമത്തെ റക്അത്തിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് വജ്ജഹ്തു ഓതിയതിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. 2-ാമത്തെ റക്അത്തിൽ അവൻ 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നതിന് ശേഷം 5 പ്രാവശ്യം ശബ്ദം ഉയർത്തിക്കൊണ്ട് തക്ബീർ ചൊല്ലുക. അഊദ് ഓതുന്നതിന്റെ മുമ്പായിരിക്കണം തക്ബീർ ചൊല്ലേണ്ടത്. ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പാണ് തക്ബീർ ചൊല്ലേണ്ടത്. 1-ാമത്തെ റക്അത്തിൽ 7 പ്രാവശ്യവും 2-ാമത്തെ റക്അത്തിൽ 5 പ്രാവശ്യവുമാണ് ചെയ്യേണ്ടത്. തക്ബീർ ചൊല്ലുമ്പോൾ കൈ ഉയർത്തലും ശബ്ദം ഉയർത്തലും പ്രത്യേകം സുന്നത്തുണ്ട്. ഓരോ തക്ബീറുകൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം എന്ന് കൂട്ടിച്ചൊല്ലലും പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വസല്ലമ തസ്ലീമൻ കതീറ എന്നുകൂടെ കൂട്ടുക എന്നുള്ളതും പ്രത്യേകം നല്ല കാര്യം തന്നെയാകുന്നു, സുന്നത്തുള്ള കാര്യം ആകുന്നു. ഏതായിരുന്നാലും 1-ാമത്തെ റക്അത്തിൽ 7 പ്രാവശ്യവും 2-ാമത്തെ റക്അത്തിൽ 5 പ്രാവശ്യവും തക്ബീർ ചൊല്ലുകയാണ് വേണ്ടത്. ശേഷം തക്ബീർ ചൊല്ലിയതിന് ശേഷം അഊദു ഓതി, ഫാത്തിഹ ഓതി, പിന്നീട് നമുക്ക് സൂറത്ത് ഓതണം. ഏത് സൂറത്താണ് പെരുന്നാൾ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്ത്? 1-ാമത്തെ റക്അത്തിൽ ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്. 2-ാമത്തെ റക്അത്തിൽ ഇഖ്തറബത്തിസ് സാഅത്തു എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഈ 2 സൂറത്തുകളാണ് പെരുന്നാൾ നിസ്കാരത്തിൽ ഓതുന്നത്. ഇത് രണ്ടും ഓതാൻ അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത് രണ്ടും ഓതാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ 1-ാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്തും 2-ാമത്തെ റക്അത്തിൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്നുള്ള സൂറത്തും ആണ് ഓതേണ്ടത്. ഇങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമ്പൂർണമായ രൂപം. 1-ാമത്തെ റക്അത്തിൽ 7 പ്രാവശ്യം തക്ബീർ ചൊല്ലാതെ, 2-ാമത്തെ റക്അത്തിൽ 5 പ്രാവശ്യം തക്ബീർ ചൊല്ലാതെ സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചാലും അതിന്റെ മിനിമം രൂപം
മിനിമം സുന്നത്ത് നമുക്ക് ലഭിക്കും. പൂർണ്ണമായ രൂപമാണ് ഒന്നാമത്തെ റക്അത്തിൽ 7 പ്രാവശ്യവും രണ്ടാമത്തെ റക്അത്തിൽ 5 പ്രാവശ്യവും തക്ബീർ ചൊല്ലുക എന്നുള്ളത്. ഒരാൾ ഒന്നാമത്തെ റക്അത്തിൽ 7 പ്രാവശ്യം തക്ബീർ ചൊല്ലാൻ മറന്നുപോയി, എന്നാൽ രണ്ടാമത്തെ റക്അത്തിൽ ആ 7 പ്രാവശ്യം തക്ബീർ അവൻ ചൊല്ലേണ്ടതില്ല. രണ്ടാമത്തെ റക്അത്തിൽ 5 പ്രാവശ്യം തന്നെ ചൊല്ലിയാൽ മതി. 5ഉം ഒന്നാമത്തെ റക്അത്തിൽ നഷ്ടപ്പെട്ട 7ഉം അവൻ രണ്ടും കൂടെ രണ്ടാമത്തെ റക്അത്തിൽ ചൊല്ലേണ്ടതില്ല. അല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ 1ഓ 2ഓ തക്ബീർ നഷ്ടപ്പെട്ടു, മറന്നുപോയി, എന്നാൽ അത് രണ്ടാമത്തെ റക്അത്തിൽ അവൻ വീട്ടേണ്ടതില്ല. രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ മാത്രം ചൊല്ലിയാൽ മതിയാവുന്നതാണ്. ഒന്നാമത്തെ റക്അത്തിൽ ഒരാൾ വജ്ജഹ്തു ഓതിയതിന് ശേഷം നേരെ ഫാത്തിഹ സൂറത്തിലേക്ക് പ്രവേശിച്ചു, എന്നാൽ ഇനി തക്ബീറിലേക്ക് മടങ്ങി വരേണ്ടതില്ല. അങ്ങനെ മടങ്ങി വരാൻ പാടില്ല. കാരണം ഫാത്തിഹയാകുന്ന ഫർളിൽ അവൻ പ്രവേശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി തക്ബീറിലേക്ക് വരേണ്ടതില്ല. ഒന്നാമത്തെ റക്അത്തിൽ വജ്ജഹ്തു ഓതിയതിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക, ശേഷം ഫാത്തിഹ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ 5 പ്രാവശ്യം തക്ബീർ ചൊല്ലുക, ശേഷം ഫാത്തിഹ ഓതുക, എന്നിട്ട് സൂറത്ത് ഓതുക. ഓരോ തക്ബീറുകൾക്കിടയിലും ഞാൻ നേരത്തെ പറഞ്ഞ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലുക. പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാകുന്നു? പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം പെരുന്നാൾ ദിവസത്തിലെ സൂര്യൻ ഉദിച്ചതിന്റെയും അതുപോലെ തന്നെ സൂര്യൻ നമ്മുടെ തലക്ക് നേരെ മുകളിൽ നിന്ന് തെറ്റി ളുഹറിന്റെ സമയമാകുന്ന ആ സമയം, ഈ സമയങ്ങൾക്കിടയിലാണ് തുലൂഉൽ ഫജ്റിന്റെയും സവാൽ ശംസിന്റെയും ഇടയിലുള്ള സമയം. ഈ സമയത്താണ് പെരുന്നാൾ നിസ്കാരം അതിന്റെ സമയം കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയം സൂര്യൻ ഒരു കുന്തത്തിന്റെ കതിർ ഉയർന്നതിന് ശേഷം നിർവഹിക്കുക എന്നുള്ളതാണ്. ഒരു കുന്തത്തിന്റെ കതിർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു കുന്തം എത്ര വലിപ്പമുണ്ടാകും അത്രയും വലിപ്പത്തിൽ നമ്മുടെ ദൃഷ്ടിയിൽ സൂര്യൻ ഉയരുന്ന സമയം ഏകദേശം 20 മിനിറ്റ് എന്നാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. സൂര്യൻ ഉദിച്ചതോടുകൂടെ അതിന്റെ സമയം തുടങ്ങിയെങ്കിലും സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രേഷ്ഠതയുള്ളത്. ഒരു നാട്ടിൽ മാസം കണ്ടതായി അറിയാതെ അവർ 30ാമത്തെ നോമ്പനുഷ്ഠിച്ചു. 30ാമത്തെ നോമ്പനുഷ്ഠിച്ച് നോമ്പൊക്കെ തുറക്കാൻ നേരത്ത്, അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം ഇന്നലെ മാസം കണ്ടിരുന്നു, ഇന്ന് പെരുന്നാളായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു, എന്ന് സ്ഥിരപ്പെട്ടു. അവർ അത് അറിഞ്ഞിട്ടില്ല. പക്ഷെ നോമ്പ് തുറന്നതിന് 30ാമത്തെ നോമ്പ് തുറന്നതിന് ശേഷം, അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ടാണ് ഇന്നലെ മാസം കണ്ടതും ഇന്ന് പെരുന്നാളാണ് എന്നുള്ളതും അവർ അറിയുന്നത്. എന്നാൽ പിറ്റേ ദിവസം അവർക്ക് അതാ ആയിട്ട് തന്നെ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. അതിന് വിരോധം ഇല്ല. വലിയ പെരുന്നാൾ നിസ്കാരം വേഗത്തിൽ നിസ്കരിക്കുക എന്നുള്ളത്, വേഗം എന്ന് പറഞ്ഞാൽ സമയം ആയാൽ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാതെ വളരെ പെട്ടെന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് വലിയ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത്. കാരണം വലിയ പെരുന്നാൾക്ക് ശേഷം ഉലഹിയത്ത് അറവിനുള്ള സമയം ദീർഘമായി ലഭിക്കാൻ വേണ്ടിയാണ്. അതേസമയം ചെറിയ പെരുന്നാൾ നിസ്കാരമാണ് എങ്കിൽ ഒരൽപ്പം സമയം കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. കാരണം ചെറിയ പെരുന്നാളിന് നിസ്കാരത്തിന് മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുക്കാനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ മുമ്പ് ഒരൽപ്പം സമയം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരത്തിന് ഒരൽപ്പം പിന്തിപ്പിക്കുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താകും. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിന് പള്ളിയിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ നിസ്കാരത്തിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ഭക്ഷണം കഴിച്ചിട്ടായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടത്. അത് സുന്നത്താണ്. കാരണം 30 ദിവസവും അവൻ നോമ്പനുഷ്ഠിച്ച് ആ 30 ദിവസങ്ങളോട് വിഭിന്നമായി വ്യത്യസ്തമായിട്ടാണല്ലോ പെരുന്നാൾ ദിവസമുള്ളത്. അതുവരെ അവൻ രാവിലെ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സ്ത്രീകളാകുമ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് അവർ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഗ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല സമറാത്തിൻ വയഅകുലുഹുന്ന വിത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ 3 ഈത്തപ്പഴം കാരക്കകൾ തിന്നുമായിരുന്നു. അവയെ ഒറ്റയാക്കുകയും ചെയ്തിരുന്നു. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 3 ആ രൂപത്തിൽ ഒറ്റയായ കാരക്കകളെ തിന്നിട്ടായിരുന്നു പള്ളിയിലേക്ക് വരിക എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു
ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാവുന്നതാണ്. അതേസമയം ബലിപെരുന്നാളിന് പള്ളിയിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് പള്ളിയിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. പെരുന്നാൾ നിസ്കാര ശേഷം ഖുതുബ ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. പെരുന്നാൾ നിസ്കാര ശേഷം 2 ഖുതുബ ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ഓരോ ഖുതുബയും ഒന്നാമത്തെ ഖുതുബ 9 തക്ബീർ ചൊല്ലിയിട്ടും രണ്ടാമത്തെ ഖുതുബ 7 തക്ബീർ ചൊല്ലിയിട്ടുമാണ് ഓതേണ്ടത്. അതുപോലെ തന്നെ ഖുതുബയുടെ ഇടയിലും തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. 2 പെരുന്നാളുകൾക്കും തക്ബീർ ധാരാളം ചൊല്ലുക എന്നുള്ളത് വലിയ സുന്നത്തുള്ള കാര്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിനു അഅയാദകും ബിത്തക്ബീർ, നിങ്ങൾ നിങ്ങളുടെ ഈദുകളെ, പെരുന്നാളുകളെ തക്ബീറുകളെ കൊണ്ട് അലങ്കരിക്കുക. പെരുന്നാൾ ദിവസത്തിന്റെ സൂര്യൻ അസ്തമിച്ചത് മുതൽ, അതായത് റമദാൻ അവസാന ദിവസത്തിന്റെ സൂര്യൻ അസ്തമിച്ചു, ഇനി പെരുന്നാൾ രാവായി. ആ രാവ് മുതൽ, ആ സൂര്യാസ്തമയം മുതൽ ഇമാം ജമാഅത്തായി നിസ്കരിക്കുകയാണ് എങ്കിൽ അവന്റെ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ, പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീർ ചൊല്ലുന്നത് വരെ ഒറ്റക്ക് നിസ്കരിക്കുകയാണ് എങ്കിൽ അവൻ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ ആ സമയം മുഴുവനും തക്ബീർ ഉറക്കയും അതുപോലെ തന്നെ രഹസ്യമായും ഒക്കെ ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. നടക്കുമ്പോഴും കിടക്കുമ്പോഴും വീട്ടിലും അങ്ങാടിയിലും ഒക്കെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. ചെറിയ പെരുന്നാളിന് ഈ ഒരു സമയം മാത്രമാണ് തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ളത്. അതായത് റമദാൻ അവസാനിച്ച് സൂര്യൻ അസ്തമിച്ചു, ഇനി പെരുന്നാൾ രാവാണ്. ആ സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതേസമയം ബലിപെരുന്നാളാണ് എങ്കിൽ ബലിപെരുന്നാളിന്റെ രാവ് തുടങ്ങിയത് മുതൽ, അതായത് ദുൽഹിജ്ജ 9 അസ്തമിച്ചു, ദുൽഹിജ്ജ 10 പ്രവേശിച്ചു, ആ മഗ്രിബ് മുതൽ ഇമാം തക്ബീർ ചൊല്ലി പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ പ്രത്യേകം ഉറക്കെ എല്ലായിടത്തും തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്തുണ്ട്. അതിന് പുറമെ നിസ്കാര ശേഷം തക്ബീർ ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. അത് ചെറിയ പെരുന്നാളിന് ഇല്ല. ചെറിയ പെരുന്നാളിന് നിസ്കാര ശേഷം തക്ബീർ ചൊല്ലുക എന്നുള്ള പ്രത്യേക മുഖയ്യതായ തക്ബീർ ഇല്ല. ബലിപെരുന്നാളിന് അങ്ങനെയല്ല. ബലിപെരുന്നാളിന് അറഫ ദിവസം, നമുക്ക് നമ്മുടെ നാട്ടിൽ അറഫ നോമ്പ് അനുഷ്ഠിക്കുന്ന ആ ദിവസത്തിന്റെ സുബ്ഹ് മുതൽ അയ്യാമു തശ്രീഖ്, അതായത് ദുൽഹിജ്ജ 11, 12, 13 എന്നീ ദിവസങ്ങളിൽ ദുൽഹിജ്ജ 13ന്റെ അസ്ർ വരെയുള്ള നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങൾക്ക് ശേഷം, അത് ഏത് നിസ്കാരമാണെങ്കിലും, ജനാസ നിസ്കാരമാണെങ്കിൽ പോലും ആ നിസ്കാരത്തിന് ശേഷം തക്ബീർ ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായ കാര്യമാകുന്നു. അതുപോലെ തന്നെ ബലിപെരുന്നാളാണ് എങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 10 വരെ നാൽക്കാലികളെ കാണുന്ന സമയത്ത്, ആടുമാട് ഒട്ടകങ്ങളെ കാണുന്ന സമയത്തും അവരുടെ ശബ്ദം കേൾക്കുന്ന സമയത്തും അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. നിസ്കാര ശേഷമുള്ള തക്ബീർ അത് ചെറിയ പെരുന്നാളിന് സുന്നത്തില്ല. നിരന്തരമായി ചൊല്ലുന്ന തക്ബീറുകൾക്ക് തക്ബീർ മുർസൽ അല്ലെങ്കിൽ മുത്തലക്ക് എന്നാണ് പേര്. സൂര്യാസ്തമയം മുതൽ, അതായത് പെരുന്നാൾ രാവ് തുടങ്ങിയത് മുതൽ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം പ്രവേശിക്കുന്നത് വരെ നിരന്തരമായി ചൊല്ലേണ്ട തക്ബീറുകൾക്ക് തക്ബീർ മുർസല് അല്ലെങ്കിൽ തക്ബീർ മുത്തലക്ക് എന്നൊക്കെയാണ് പറയുക. നിസ്കാര ശേഷം പ്രത്യേകം ചൊല്ലാനുള്ള തക്ബീർ അത് ബലിപെരുന്നാളിനാണ് വരുന്നത്. അത്തരം തക്ബീറുകൾക്ക് തക്ബീർ മുഖയ്യദ് എന്നും പേര് പറയുന്നതാണ്. നിസ്കാര ശേഷം ബലിപെരുന്നാളിന് ചൊല്ലണം എന്ന് പറഞ്ഞ തക്ബീർ നിസ്കാരം സലാം വീട്ടിയ ഉടനെയാണ് ചൊല്ലാനുള്ളത്. നിസ്കാരത്തിന്റെ നിസ്കാര ശേഷമുള്ള ദിക്ർ ദുആകൾ, ആ ദിക്ർ ദുആകൾ തുടങ്ങുന്നതിന് മുമ്പ് സലാം വീട്ടിയ ഉടനെയാണ് നിസ്കാര ശേഷമുള്ള തക്ബീറുകൾ ചൊല്ലേണ്ടത്. ഇങ്ങനെയാണ് തക്ബീർ ചൊല്ലേണ്ട രൂപം. പെരുന്നാൾ നല്ല സന്തോഷ രൂപത്തിൽ, ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ ആഘോഷിക്കുക എന്നുള്ളത് നല്ല കാര്യമാകുന്നു. കുടുംബബന്ധം ചേർക്കലും അതുപോലെ തന്നെ നല്ല ഭക്ഷണം പാചകം ചെയ്യലും കുട്ടികളെയും മറ്റുള്ളവരെയും ഒക്കെ സന്തോഷിപ്പിക്കലും പുതുവസ്ത്രം ധരിക്കലും ഒക്കെ പെരുന്നാളിന് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും പെരുന്നാളും എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. റഹ്മത്തുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണം റഹ്മാനെ. അല്ലാഹു യാ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരണം റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫാ നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് വലന്നവർ നീ സലാമത്ത് നൽകണം റഹ്മാനെ. വീടില്ലാത്തവർ അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ എല്ലാം നീ
നല്ല ജോലിയും നല്ല വീടും നീ നൽകണം റഹ്മാൻ. വിവാഹപ്രായം എത്തി നിൽക്കുന്നവർ അനുയോജ്യരായ ഇണകളെ നൽകണം റഹ്മാൻ. ഗർഭിണികൾ ഉള്ളവരുണ്ട്, സുഖപ്രസവം നൽകണം റഹ്മാൻ. അല്ലാഹുവേ, ആഖിബത്ത് നന്നായി മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ ഭാഗ്യം നൽകണം റഹ്മാൻ. ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. ഞങ്ങളിൽ പലരും നേരത്തെ മരണപ്പെട്ടു പോയി, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. നാളെ സ്വർഗീയ ലോകത്തവരെയും ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.